Dear teachers, I am Anthony P. James, Assistant Professor, Department of Electronics, Don Bosco College, Manuthi, Thrissur, IQAC Coordinator, Don Bosco College, Manuthi, Thrissur. ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈനായിട്ട് എക്സാം എഴുതാനും അധ്യാപകർക്ക് ഓൺലൈനായിട്ട് എക്സാം കണ്ടക്റ്റ് ചെയ്യാനുമുള്ള സഹായം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് എക്സാം എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ എങ്ങനെ ഓൺലൈനായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും, ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ സ്കോറ് ജനറേറ്റ് ചെയ്യണം. അത് കുട്ടികൾക്ക് അപ്പോൾ തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുട്ടികൾക്ക് എങ്ങനെ അറിയാൻ പറ്റും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ഫോംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യം നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ gmail.com എൻ്റർ ചെയ്തു. മെയിൽ ആക്സസ് ചെയ്തതിന് ശേഷം എല്ലാ ജിമെയിൽ അക്കൗണ്ടിലും ഒരു ഡ്രൈവ് ഉണ്ട്. ഓക്കെ, ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയും. ഈ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, സെർച്ച് മെയിൽ എന്ന് പറയുന്ന സെർച്ച് ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും, ഒരു സപ്പോർട്ട് കാണും, പിന്നെ ഒരു മെനു കാണും. ഓക്കെ, നമ്മൾ ആ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒത്തിരി ഗൂഗിളിൻ്റെ ഒത്തിരി സപ്പോർട്ടിങ് ആപ്ലിക്കേഷൻസ് കാണാം. ഗൂഗിൾ അക്കൗണ്ട്, സെർച്ച്, മാപ്പ്, ഗൂഗിൾ മാപ്പ്, യൂട്യൂബ്, പ്ലേ സ്റ്റോർ, അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് കാണാം. അതിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ വരുന്നു. ഇവിടെ നമുക്ക് പുതിയതായിട്ട് നമ്മളൊരു ക്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. ന്യൂ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മോർ, ഓക്കെ, അതായത് സബ് ഓപ്ഷനായ മോറിൽ പോകുന്നു. അതിൽ ഗൂഗിൾ ഫോംസിലേക്ക് നമ്മൾ പോകുന്നു. ഗൂഗിൾ ഫോംസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് എടുക്കാം, അതായത് ഓൾറെഡി സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലേറ്റിൽ നിന്ന് എടുക്കാം. നമുക്ക് ബ്ലാങ്ക് ഫോം, നമ്മളിവിടെ ബ്ലാങ്ക് ഫോമാണ് സെറ്റ് ചെയ്യുന്നത്, കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. ഈ ഇൻറ്റേർണൽ എക്സാമിന് നമുക്കൊരു പേര് കൊടുക്കണം. അപ്പോൾ അൺടൈറ്റിൽഡ് ഫോം എന്ന് പറഞ്ഞിട്ടാണ് വരിക. നമ്മളത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്, എക്സാമ്പിൾ ഞാനിവിടെ BCA SEM 1 ഒബ്ജക്റ്റീവ് എക്സാം എന്ന് കൊടുക്കുന്നു. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പം തന്നെ നമുക്ക് അവിടെ ആ പേര് തന്നെയാണ് ഇത് സേവ് ചെയ്യുക. ഓക്കെ, ആ പേര് തന്നെയായിരിക്കും നമ്മുടെ BCA SEM 1 ഒബ്ജക്റ്റീവ് എക്സാം എന്ന ഗൂഗിൾ ഫോമിൻ്റെ ഹെഡിങ് ആയിട്ട് വരിക. തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം ഇനീഷ്യേറ്റീവ് ഫ്രം IQAC ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കാം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്. ക്ലാസ് കൊടുക്കാം, ക്ലാസ് നമ്മൾ ഓൾറെഡി ഒന്നും കൂടെ വേണമെങ്കിൽ ക്ലാസ് കൊടുക്കാം. ക്ലാസ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, സബ്ജക്റ്റ് കോഡ് ആൻഡ് ടൈറ്റിൽ ബാറും അതേപോലെ തന്നെ ഇവിടെയുള്ള മെനു ബട്ടൺസ് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിചയപ്പെടാം. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പേര് BCA SEM 1 ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുന്ന ഈ പേരിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഫയൽ സേവ് ചെയ്യുക. അത് സേവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി. ഇപ്പം ഈ ഫയലൊക്കെ സേവ് ആവുന്നത് ഡ്രൈവിലാണ്. അപ്പോൾ ഒത്തിരി ഫയൽസ് വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ക്ലാസ്സിൻ്റെ ആണോ ഇതേ ഫയൽ നെയിം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗൂഗിൾ ഫോമിൻ്റെ ഫയൽ നെയിമും നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ നെയിമും ഒന്ന് തന്നെ. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം കസ്റ്റമൈസ് ദ തീംസ്. അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോക്കിയാൽ കസ്റ്റമൈസ് ദ തീംസ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഗൂഗിൾ ഫോമിൻ്റെ എൻ്റയർ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്തെങ്കിലും ഇമേജ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം, കൊടുക്കും. അപ്പോൾ വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ലൈറ്റ് ബ്ലൂ കൊടുക്കണമെങ്കിൽ ലൈറ്റ് ബ്ലൂ കൊടുത്തു. ഓക്കെ, ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഇനി ഒരു ഇമേജ് ഹെഡറിൽ ഇവിടെ ഒരു ഇമേജ് ആണ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ചൂസ് ഇമേജ് കൊടുത്ത് നമുക്ക് ചൂസ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇമേജ് കൊടുക്കാം. ഇപ്പം വർക്ക് ആൻഡ് സ്കൂൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇൻസെർട്ട് ചെയ്തു. ഓക്കെ, അതായിരിക്കും ഇപ്പോൾ മുകളിൽ വരിക. അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ ഇമേജ് കൊടുക്കണമെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ഇമേജ് കൊടുക്കാം. തീം ഓപ്ഷൻസ് ഒന്ന് ഹെഡർ. ഓക്കെ, അതായത് ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് ഹെഡർ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്തെങ്കിലും ഒരു ഇമേജ് നമുക്ക് നമ്മുടെ കോളേജിൻ്റെ ഇമേജ് വേണമെങ്കിൽ നമുക്ക് കോളേജിൻ്റെ ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. അല്ല, വേറെ ഏതെങ്കിലും ഒരു ഇമേജ് ആണ് വേണമെങ്കിൽ ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആ ഇമേജ് ആദ്യമേ തന്നെ നമ്മളത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച് JPEG ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇവിടെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ തീം കളർ നോക്കിയാൽ നമുക്ക് തീം കളർ എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ഈ തീമിൻ്റെ ഇപ്പോൾ ലൈറ്റ് ബ്ലൂ ആണ്, നമുക്കത് ലൈറ്റ്
ഗ്രീനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഗ്രീനിലേക്ക് പോകാം. ആഡ് ബട്ടൺ കൊടുക്കും, പ്രസ് ചെയ്യും. ഓക്കെ. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഇപ്പോൾ ബേസിക് ഫോണ്ടാണ്, അതിന് മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും ഫോർമാറ്റ് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം, ഏത് വേണമെങ്കിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് തീം ഓപ്ഷൻസിൽ നമുക്ക് ചെയ്യാനുള്ളത്. അടുത്തത് നമ്മുടെ പ്രിവ്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ടാബ് ഓപ്പൺ ആവും. ഇതാണ് നമ്മൾ സ്റ്റുഡൻസ് കാണുന്ന ഫോം. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റുഡൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ തൊട്ട് അടുത്ത സൈഡിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സിൽ നമ്മൾ ചെയ്യുന്നത് ജനറൽ. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ജനറലിൽ ഏറ്റവും ആദ്യം നമ്മൾ കളക്ട് ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണം സ്റ്റുഡൻസിൻ്റെ. അതുപോലെ തന്നെ കുട്ടികളുടെ റെസ്പോൺസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, റെസ്പോൺസ് നമ്മൾ റെസിപ്റ്റ് ചെയ്യണം. ഇനി ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഒരു റെസ്പോൺസ് വരെ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് ഇപ്പം കുട്ടികൾ ഒരു ആൻസർ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തോന്നി, വേറെ ഡിസ്കസ് ചെയ്തപ്പോൾ കുട്ടിക്ക് തോന്നി അയ്യോ അത് ശരിയല്ല, നമുക്ക് വീണ്ടും അത് പാടില്ല. ഒറ്റ തവണ മാത്രമേ കുട്ടികൾ ലിമിറ്റ് ടു 1 റെസ്പോൺസ്. ദെൻ ആഫ്റ്റർ സബ്മിഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല. അതുപോലെ തന്നെ ടെക്സ്റ്റ് റെസ്പോൺസിൻ്റെ സമ്മറി കാണാനുള്ള ഓപ്ഷനാണിത്. രണ്ടും നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, കുട്ടികൾക്ക് സേവ് ചെയ്യുന്നു. ഇത്രയും ഓപ്ഷൻ സേവ് ചെയ്തു. ഇനി പ്രസൻറ്റേഷൻ. ഓക്കെ, അതായത് പ്രോഗ്രസ് ബാർ വേണമെങ്കിൽ കൊടുക്കാം, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ്റെ ഓർഡർ ഷഫിൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ABCD എന്നുള്ള ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് മാറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഓർഡർ അങ്ങ് ഷഫിൾ ചെയ്യാം. ഓക്കെ, ഈ 2 പ്രസൻറ്റേഷൻ നമ്മൾ കൊടുത്തു. ദെൻ ക്യൂസ് മോഡലിലാണ് നമ്മളിത് ചെയ്യുന്നത്. ക്യൂസ് മോഡലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്യൂസ് മോഡലിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കോർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മേക്ക് ദിസ് എ ക്യൂസ് അതാദ്യം എനേബിൾ ചെയ്യുന്നു. ഇനി റിലീസ് ഗ്രേഡ്, ഓരോ സബ്മിഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രേഡ് റിലീസ് ചെയ്യണം. ഗ്രേഡ് എന്ന് വെച്ചാൽ ഈ മാർക്ക് റിലീസ് ചെയ്യണം, അത് കൊടുക്കാം. അല്ലെങ്കിൽ ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ, അതിൻ്റെ ആവശ്യമില്ല. ടേൺസ് ഓൺ ഇമെയിൽ കണക്ഷൻ, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ കൊടുത്താൽ മതി. ഇനി റെസ്പോണ്ടർ ക്യാൻ സീ മിസ്ഡ് ക്വസ്റ്റ്യൻസ് എത്രയാണ്, കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ എത്രയാണ്, പോയിന്റ് വാല്യൂസ് എത്ര, ഈ 3 കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കാണാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാനത് 3ഉം എനേബിൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രിവ്യൂ ബട്ടണിനുള്ളത്. പിന്നെ സെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സെൻഡ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ചുമ്മാ ഇവിടെ പ്രസ് ചെയ്താൽ മതി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെയിം, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ നമ്മളതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ ഒരു മെനു കാണും. അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷോർട്ട് ആൻസർ കൊടുക്കാം, പാരഗ്രാഫ് കൊടുക്കാം, മൾട്ടിപ്പിൾ ചോയ്സ്, ടെക്സ്റ്റ് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നമ്മളിവിടെ ഷോർട്ട് ആൻസറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഷോർട്ട് ആൻസർ കൊടുത്തു. ഈ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഈ നെയിമിന് നമുക്ക് മാർക്ക് ആവശ്യമില്ല. ഓക്കെ, പക്ഷേ അത് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫയൽ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ ബട്ടൺ, ഈ ടാബ് പ്രസ് ചെയ്ത് നമ്മൾ റിക്വയർഡ് കൊടുത്തു, കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമെയിൽ ഐ ഡി, കുട്ടിയുടെ ഇമെയിൽ ഐ ഡി, അതും ഷോർട്ട് ആൻസറാണ്. അതും നമുക്ക് കിട്ടി, അതും റിക്വയർഡ് ആണ്. നമുക്ക് റിക്വയർഡ് കൊടുത്തു. ദെൻ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, അതും റിക്വയർഡ് ഫയലാണ്. ഈ 3 എണ്ണത്തിനും എന്താണ്, ഈ 3 എണ്ണത്തിനും മാർക്കുകൾ ഇല്ല. ഓക്കെ, ഈ 3 എണ്ണം ആണ് നമുക്ക് കുട്ടികളിൽ നിന്നും കിട്ടേണ്ട ബേസിക് ഡാറ്റ. ഈ 3 എണ്ണമാണ് കുട്ടികളുടെ നെയിം, ഇമെയിൽ ഐ ഡി, രജിസ്റ്റർ നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആഡ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ടൈറ്റിൽ നെയിം കൂടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് fill the required data ഇത് കൊടുത്തു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോയി വേണമെങ്കിൽ മുകളിലേക്ക് ആക്കാം. ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ഫിൽ ദ റിക്വയർഡ് ഡാറ്റ. അതിന് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷനാണ്, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി
അപ്പോൾ ആദ്യത്തെ സെഷൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ സെഷൻ 1 നമ്മുടെ കഴിഞ്ഞു. സെഷൻ 2 കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ നമ്മൾ കേഴ്സർ വെക്കുന്നു. വെച്ചതിന് ശേഷം ഈ മെനുവിലെ ആഡ് സെക്ഷൻ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുന്നു. ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്ഷൻ 2 നമുക്ക് കിട്ടും. സെക്ഷൻ 2 അതിൽ അൺടൈറ്റിൽഡ് സെക്ഷനാണ്. നമ്മളവിടെ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റുഡൻസിനുള്ള മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമ്മളവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നില്ല. പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്യുന്നത്. ആഡ് ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത്. സെഷൻ 2 ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കും. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്യാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എൻ്റർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റുഡൻസിന് കൊടുത്തു. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ അപ്പോൾ തന്നെ നമ്മുടെ ആൻസറുകൾ സജസ്റ്റ് ചെയ്യും. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കിത് ഓരോന്നും കാണാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷോ ആൻഡ് ആൻസർ ടെക്സ്റ്റ്. ഓക്കെ, ഷോർട്ട് ആൻസർ ടെക്സ്റ്റ്. ഇവിടെ ഷോർട്ട് ആൻസർ ടെക്സ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ആൻസർ കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും ഒപ്പം തന്നെ ചെയ്തു പോകണം. ഇവിടുത്തെ ആൻസർ കീ ഇതാണ്. കറക്റ്റ് ആൻസർ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. സ്റ്റുഡൻസിന് കാണാൻ പറ്റിയത് ടീച്ചേഴ്സ് സൈഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ നമ്മൾ കൊടുക്കണം. കറക്റ്റ് സ്പെല്ലിംഗ് നമ്മൾ ആൻസർ കൊടുക്കണം. പാലക്കാട് കൊടുക്കണം. ഇനി ഈ ആൻസറിൻ്റെ പോയിൻ്റാണ് നമുക്കിവിടെ റൈറ്റ് സൈഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇതിന് ഒരു 2 പോയിൻ്റാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 പോയിൻറ്റ്സ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്ത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള എന്ന് ഞാൻ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള എൻ്റർ ചെയ്തു. അത് ഷോർട്ട് ആൻസർ ടൈപ്പാണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് കൊടുത്തു. ദെൻ ആൻസർ കീ എന്ന് കൊടുത്തു. ആൻസർ കീ ഞാനിവിടെ കൊടുത്തു. ആൻസർ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? പാലക്കാടാണ്. പാലക്കാട് എന്ന് പറയുന്ന ആൻസർ ഞാനിവിടെ കൊടുത്തു. അതിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുത്തു. ഡൺ കൊടുത്തു. ഇനി ഇപ്പോൾ ഒരു സംശയം ഇവിടെ ഉണ്ടാകും. നോക്കിയാൽ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള നമ്മളിവിടെ എൻ്റർ ചെയ്തപ്പോൾ കറക്റ്റ് ആൻസർ പാലക്കാട്. ഇത് സ്റ്റുഡൻസിന് കാണാൻ പറ്റുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. വേഗം നമ്മൾ പ്രിവ്യൂയിലേക്ക് പോകുന്നു. പ്രിവ്യൂ നോക്കിയേ, ഇതാണ് BCA ഒബ്ജക്റ്റീവ് ടൈപ്പ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ഫിൽ ദ റിക്വയർഡ് ഡാറ്റ, നെയിം, ഇമെയിൽ ID, രജിസ്റ്റർ നമ്പർ. ദെൻ ഇതിപ്പോൾ നോക്കിയാൽ ഇതാണ് സ്റ്റാറ്റസ് ബാർ. ഇത്രയും ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് പോയി ഇതാ ഇമെയിൽ അഡ്രസ്സ് ഒന്നും കൂടെ കൊടുത്തു. ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ഫിൽ ദ റിക്വയർഡ് ഡാറ്റ കൊടുത്തു. ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത് നോക്കിയേ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. നോക്കി, ഇവിടെ ആൻസർ ഇല്ല. ഓക്കെ, യുവർ ആൻസർ മാത്രമേ കൊടുക്കുള്ളൂ. ആൻസർ ഇല്ല. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നു. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഡ് ക്വസ്റ്റ്യൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ആഡ് ക്വസ്റ്റ്യൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേരള. ഓക്കെ, ഇതിലൂടെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ 1 തൃശ്ശൂർ. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമുക്ക് 4 മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കൊടുത്തു തൃശ്ശൂർ. സെക്കൻഡ് വൺ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഓപ്ഷൻ 2 വന്നു. ഇറ്റ് ഈസ് മലപ്പുറം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, വീണ്ടും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 കിട്ടി. തിരുവനന്തപുരം മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ദെൻ എറണാകുളം. ഓക്കെ, 4 ഓപ്ഷൻ നമുക്ക് കിട്ടി. വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. അപ്പം അത് കിട്ടി. എൻ്റെ ആൻസർ കീയിലേക്ക് പോകണം. ആൻസർ കീയിൽ നമ്മൾ കറക്റ്റ് ആൻസർ ഏതാണ്? തിരുവനന്തപുരം. വിച്ച് ഡിസ്ട്രിക്ട് ക്യാപിറ്റൽ ഓഫ് കേരള? തിരുവനന്തപുരം. എന്നിട്ട് നമ്മൾ അതിൻ്റെ പോയിന്റ് ക്ലിക്ക് ചെയ്യണം. എത്രയാണ്? 2 പോയിൻ്റാണ് ഞാൻ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 പോയിന്റ് കൊടുക്കണം. ഡൺ കൊടുക്കണം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബേർഡ് വില്ലേജ് ഇൻ കേരള. ഓക്കെ, നമ്മളത് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഇപ്പം ആദ്യത്തെ കഴിഞ്ഞ് ഷോർട്ട് ആൻസർ കഴിഞ്ഞ് മൾട്ടിപ്പിൾ ചോയ്സ്. ചെക്ക് ബോക്സ് നമുക്ക് കൊടുക്കാം. ചെക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ഓപ്ഷൻ 1 നമുക്ക് ഓരോന്ന് കൊടുക്കാം. മണ്ണുത്തി. അടുത്ത ആഡ് ഓപ്ഷൻ 2 നമ്മുടെ കറക്റ്റ് ആൻസർ നൂർനാട്. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം പീച്ചി. നാലാമത്തെ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം തട്ടേക്കാട്. പക്ഷി സങ്കേതം. ഓക്കെ, 4 ഓപ്ഷൻ നമ്മൾ കൊടുത്തു. ആൻസർ കീ നമ്മൾ കൊടുക്കുന്നു. നൂർനാടാണ് കറക്റ്റ് ആൻസർ. പോയിന്റ് നമ്മൾ 2 പോയിന്റ് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഡൺ കൊടുക്കും. 3 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഇവിടെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയി. ഇനി നമ്മൾ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മളിപ്പം ഷോർട്ട് ആൻസർ ടൈപ്പ് നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തു. മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്ത് ചെക്ക് ബോക്സ് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ആണ് കൊടുക്കുന്നത്. ഡ്രോപ്പ് ഡൗൺ ഒരു ഓപ്ഷൻ 1 കറക്റ്റ് ആൻസർ വർക്കലയാണ്. വർക്കല. അടുത്ത ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു ചെമ്പഴന്തി. അടുത്ത ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു അഴീക്കൽ. അടുത്ത ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു കുണ്ടറ. ഇത്രയും കാര്യങ്ങളാണ്. വീണ്ടും നമ്മൾ ആൻസർ കീ പോകുന്നു. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വർക്കലയാണ് കറക്റ്റ് ആൻസർ. ദെൻ അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര? 2 പോയിൻ്റാണ്. അങ്ങനെ ഡൺ കൊടുക്കും. അപ്പോൾ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് മതി തൽക്കാലം ഒരു മോഡൽ എന്ന നിലയിൽ നമ്മൾ 4 മതി. കുട്ടികൾ അറ്റൻഡ് ചെയ്ത എക്സാമിൻ്റെ മാർക്കുകൾ നമുക്കും സ്റ്റോർ ചെയ്യണം. ഫർദർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യണം. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തു. അവരുടെ റെസ്പോൺസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്ന ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെസ്പോൺസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഈ കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു മെനുവാണ് വരിക. സെലക്ട് റെസ്പോൺസ് ഡെസ്റ്റിനേഷൻ, ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ്, അല്ലെങ്കിൽ സെലക്ട് എക്സിസ്റ്റിംഗ് സ്പ്രെഡ്ഷീറ്റ്. നമ്മൾ ഓൾറെഡി ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ കാണിക്കുന്നുണ്ട് BCS M1 ഒബ്ജക്റ്റീവ് എക്സാം. ഓക്കെ, അതിൻ്റെ റെസ്പോൺസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ ഒരു ഫോമാണ്, ആ ഫോമിനൊരു പേര് കൊടുത്തു BCS M1 ഒബ്ജക്റ്റീവ് എക്സാം. രണ്ടാമത് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സൽ ഫയലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക, സ്പ്രെഡ്ഷീറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതിനും സെയിം നെയിം തന്നെ കൊടുക്കുക, BCS M1 ഒബ്ജക്റ്റീവ് എക്സാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞു. നമ്മളങ്ങനെ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നോക്കൂ, ടൈം സ്റ്റാമ്പ്. കുട്ടി ഏത് ടൈമിലാണ് കുട്ടി അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, ഇമെയിൽ അഡ്രസ്സ്, ആ കുട്ടിയുടെ സ്കോറ്, ആ കുട്ടിയുടെ നെയിം, ഇമെയിൽ ID. ഓക്കെ, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ. ഇനി കുട്ടിയുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന 5 ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ആ കുട്ടിയുടെ റെസ്പോൺസ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. ഇപ്പം കുട്ടി നമ്മുടെ മെയിലിലേക്ക് ആൻസർ ചെയ്യുമ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിലിലെ ഡ്രൈവിലേക്കാണ് ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൽ ഈ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ആൻസർ ഇവിടെ തന്നെ അത് ചെയ്യും. ഓക്കെ, ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോമിലേക്ക് വീണ്ടും തിരിച്ചു പോവുക. ഫോമിലേക്ക് പോയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് ടാബ് ഓപ്പൺ ചെയ്യുക. സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കുട്ടികൾക്ക് 3 ടൈപ്പിൽ നമുക്ക് സെൻഡ് ചെയ്യാം. നമ്മുടെ ഈ ഗൂഗിൾ ഫോം 3 ടൈപ്പിൽ നമുക്ക് കുട്ടികൾക്ക് സെൻഡ് ചെയ്യാം. ഒന്ന് മെയിലിലൂടെ, ജിമെയിൽ, അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് കളക്ട് ചെയ്തിട്ട് ഇമെയിൽ അഡ്രസ്സിലൂടെ നമുക്ക് മെയിലിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലിങ്കാണ്. ഓക്കെ, ഇതിൻ്റെ ലിങ്കാണ്. ഇതാണ് ഈ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത്. ഇത്രയും വലിയ ലിങ്ക് ടൈപ്പ് ചെയ്തെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടൻ ദ URL, അതിൻ്റെ URL നമുക്ക് കിട്ടി. അതെന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ Ctrl+C പ്രസ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അത് കിട്ടി. അപ്പം ഈ കോപ്പി ചെയ്തിരിക്കുന്ന സംഭവം നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ, വാട്സപ്പിലോ ഫേസ്ബുക്കോ വഴി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഫോമിലേക്ക് കയറാം. കയറിയതിന് ശേഷം കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ റെസ്പോൺസുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എംബഡഡ് HTML ആണ്. HTMLൻ്റെ കംപ്ലീറ്റ് എംബഡ് HTML നമുക്ക് സെൻഡ് ചെയ്യാം. അങ്ങനെ 3 തരത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, കുട്ടികൾക്കുള്ള ഇൻവിറ്റേഷൻ പോകുന്നത് 3 തരത്തിലാണ്. ഒന്ന് ജിമെയിലിലൂടെ, മെയിലിലൂടെ, ജിമെയിൽ എന്നല്ല ഏത് മെയിലിലൂടെയും. രണ്ടാമത്തെ അവരുടെ ലിങ്കിലൂടെ, ഓക്കെ, ഒരു ഷോർട്ടൻ URL വഴി. മൂന്നാമത്തെ എംബഡഡ് HTML. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇമെയിലും രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലിങ്കുമാണ്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ അയക്കുന്നത് എനിക്ക് തന്നെ ഞാൻ അയക്കുകയാണ് ആൻ്റണി പി ജെയിംസ്. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പോൾ ആൻ്റണി പി ജെയിംസിലേക്ക് പോയി. ഇനി വേറെ ഏതെങ്കിലും ഒരു ടീച്ചർക്ക് നമുക്ക് അയക്കാം. ലിൻഡോ ജോയ് തരകൻ, ആളുടെ മെയിൽ ID പോയി. ഓക്കെ, ലിൻഡോ ജോയ് തരകൻ ജിമെയിൽ. ഓക്കെ, ഇനിയിപ്പം വേറൊരു സോജ മിസ്സിന് പോയി. ഓക്കെ, വേറൊരു നമ്മൾ മെയിൽ ID എൻ്റർ ചെയ്യുന്നു. സബ്ജക്റ്റ് BCSM ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എക്സാം, BCSM1 ഒബ്ജക്റ്റീവ് എക്സാം. മെസ്സേജ് ഐ ഹാവ് ഇൻവൈറ്റഡ് യു ടു ഫിൽ ഔട്ട് എ ഫോം. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ഫോമിന് ഇമെയിൽ അതും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സെൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻഡായി. സെൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻഡായി. ഓക്കെ, ഇനി ഞാനിതെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. നമുക്കിത് വെരിഫൈ ചെയ്യണം. ഞാൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മൈ ഡ്രൈവും ക്ലോസ് ചെയ്യുന്നു. ഇനി എൻ്റെ മെയിലിലേക്ക് ഞാൻ പോവുകയാണ്. എക്സാമ്പിൾ ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് മാറുകയാണ്. ഇവിടെ എൻ്റെ മെയിലിലേക്ക് നോക്കിയാൽ എൻ്റെ മെയിലിലേക്ക് BCSM1 ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഫിൽ ഔട്ട് ഇൻ ഗൂഗിൾ ഫോംസ് BCSM1 ഒബ്ജക്റ്റീവ് എക്സാം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് ഫിൽ ഔട്ട് ഇൻ ഗൂഗിൾ ഫോംസ് ഞാൻ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഫിൽ ഔട്ട് ഇൻ ഗൂഗിൾ ഫോംസ് ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ വരുന്നു. BCSM1 ഒബ്ജക്റ്റീവ് എക്സാം ആൻ ഇനിഷ്യേറ്റീവ് ഫ്രം IQAC ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി, ക്ലാസ്, സബ്ജക്റ്റ് കോഡ് ആൻഡ് ടൈറ്റിൽ. ഓക്കെ, ഈ രണ്ടും നമ്മളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടില്ല. റിക്വയർഡ് ഫയൽ സ്റ്റുഡൻസ് എൻ്റർ ചെയ്യേണ്ടത് ഒന്ന് ഇത് ആയിട്ടുള്ള ഇമെയിൽ ID അടിച്ചു. ദെൻ ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ഫിൽ ദ റിക്വയർഡ് ഡാറ്റ. രജിസ്റ്റർ നമ്പർ, എൻ്റെ രജിസ്റ്റർ നമ്പർ 101 ആണെന്ന് വിചാരിക്കുന്നു. നെയിം ഞാൻ അടിച്ചു ആൻ്റണി പി ജെയിംസ്. ദെൻ അതിനുശേഷം എൻ്റെ ഇമെയിൽ ID ഒന്നും കൂടെ കൊടുക്കുന്നു. ആൻ്റണി പി ജെയിംസ് ആൻ്റണി പി ജെയിംസ് 2003@gmail.com. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പേര്. ഞാൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് ഞാൻ പ്രസ് ചെയ്തു. അപ്പം ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് സെഷൻ 2 ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. വേർ ഈസ് പാപനാശം ബീച്ച്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ അങ്ങോട്ട് നമ്മൾ ആദ്യം കൊടുത്ത ക്വസ്റ്റ്യൻ അല്ല രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഷഫിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ വേർ ഈസ് പാപനാശം ബീച്ച് ചൂസ് ചെയ്യണം. വർക്കല, ചെമ്പഴന്തി, അഴീക്കൽ, കുണ്ടറ. ഞാനിപ്പം കറക്റ്റ് ആൻസർ വർക്കലയാണ്, ചെമ്പഴന്തിയാണ് ഞാൻ പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള. നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ഞാൻ കൊടുക്കുന്നത് പാലക്കാടാണെന്ന് ഞാൻ കൊടുത്തു. ദെൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. തൃശ്ശൂർ, മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം. കറക്റ്റ് ആൻസർ തിരുവനന്തപുരമാണ്. പ്രസ് ചെയ്തു. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ബേർഡ് വില്ലേജസ് കാരണം കറക്റ്റ് ആൻസർ നൂറിനാട്, പക്ഷേ എനിക്ക് തട്ടേക്കാട് ഞാൻ പ്രസ് ചെയ്തു. ദെൻ സബ്മിറ്റ്. ഇപ്പോൾ പേജ് 2 പേജുകളുണ്ടോ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയി. ദെൻ സബ്മിറ്റ് ബട്ടൺ ഞാൻ പ്രസ് ചെയ്തു. ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് കുട്ടിക്ക് സ്കോർ അറിയണം. അപ്പോൾ നോക്കൂ, അടുത്ത ടാബ് വരുന്നത് യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്. വ്യൂ സ്കോർ. കുട്ടിക്ക് സ്കോർ അറിയാം, ഇപ്പോൾ തന്നെ സ്കോർ അറിയാം. ടാബിൽ പ്രസ് ചെയ്ത് വ്യൂ സ്കോർ എന്ന് പറഞ്ഞ ടാബിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, സ്കോർ നോക്കുക. ടോട്ടൽ പോയിൻറ്റ്സ് 4 out of 8. ഓക്കെ, കംപ്ലീറ്റ് ഡാറ്റ. വേർ ഈസ് പാപനാശം ബീച്ച്. ആ ചെമ്പഴന്തി എന്നുള്ളത് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വർക്കലയാണ്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ്, അത് കറക്റ്റാണ്. ഇത് കറക്റ്റാണ്. വിച്ച് പ്ലേസസ് നോൺ ആസ് ബേർഡ് വില്ലേജ് ഇൻ തട്ടേക്കടയാണ്. കറക്റ്റ് ആൻസർ നൂറിനാടാണ്. ഓക്കെ, അപ്പം കണ്ട കറക്റ്റ് ആൻസർ കുട്ടികൾക്ക് കിട്ടും. താഴെ നമുക്ക് റെസ്പോൺസ് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഡ്രൈവിലേക്ക് ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഈ ചെയ്തിരിക്കുന്നത് നമുക്ക് റെക്കോർഡ് ആയോ എന്നറിയണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഡ്രൈവ് ഓപ്പൺ ചെയ്തു. എൻ്റെ ഡ്രൈവിൽ ഞാൻ ചെന്നു. എൻ്റെ ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നോക്കുകയാണ്. അപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. BCSM1 ഒബ്ജക്റ്റീവ് എക്സാം ആണ് നമ്മുടെ പേര്. BCS1 ഒബ്ജക്റ്റീവ് എക്സാം. ഇത് നമ്മുടെ ഗൂഗിൾ ഫോം. ഇതാണ് നമ്മുടെ കുട്ടികളുടെ റെസ്പോൺസ് വരുന്ന സ്പ്രെഡ്ഷീറ്റ്. അത് നോക്കുക. 5/2/2020 10/8 ആന്റണി പി ജെയിംസ് എന്ന് പറയുന്ന ഇമെയിൽ അഡ്രസ്സിൽ നിന്നും സ്കോർ 4 ആന്റണി പി ജെയിംസ് 4/8 രജിസ്റ്റർ നമ്പർ 101. ആന്റണി പി ജെയിംസിൻ്റെ മെയിൽ ID ഒന്നുകൂടെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ്. ഓക്കെ, അവരുടെ ആൻസർ അടക്കം കൃത്യമായിട്ട് നമുക്ക്
ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഫോമിൽ. അപ്പോൾ ഇത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. താങ്ക് യു. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ 9496349308 ആൻ്റണി പി ജെയിംസ്. ബൈ മെയിൽ ID anthonypjames2003@gmail.com. കാര്യങ്ങൾ വിശദമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും സമയം എടുത്തത്. സോറി ഫോർ ദ ഡിലേ. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. താങ്ക് യു.